1347 യൂറോപ്പിലേക്ക് എത്തിയ ഒരു കപ്പൽ ലോകത്തിന്റെ മുഖം തന്നെ മാറ്റിമറിച്ചു. കപ്പലിലെ യാത്രക്കാരിൽ പലരും അസുഖം ബാധിച്ച് മരിച്ചിരുന്നു. അവരുടെ ശരീരത്തിൽ കറുത്ത പാടുകൾ, വീർത്ത ഗ്രന്ഥികൾ, പനി, വേദന. അങ്ങനെ ജനങ്ങൾ ഇതിനെ വിളിച്ചു ദ ബ്ലാക്ക് ഡെത്ത്, കറുത്ത മരണം. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും മാരകമായ മഹാമാരികളിൽ ഒന്നായിരുന്നു 1348നും 1350നും ഇടയിൽ യൂറോപ്പിൽ മൂർധന്യത്തിലെത്തിയ പ്ലേഗ് ബാധ അഥവാ ബ്ലാക്ക് ഡെത്ത്. 7 കോടിക്കും 20 കോടിക്കും ഇടയിൽ മരണങ്ങൾ ഇതുമൂലമുണ്ടായിട്ടുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. ഇതിനു മുൻപ് യൂറോപ്പിൽ വ്യാപകമായി പ്ലേഗ് ബാധയുണ്ടായത് 800 വർഷങ്ങൾക്കപ്പുറമായിരുന്നു. ഈ പകർച്ചവ്യാധിയുടെ കാരണം എന്താണെന്നതിനെപ്പറ്റി പല ഊഹങ്ങളുണ്ടായിരുന്നെങ്കിലും ദക്ഷിണ യൂറോപ്പിൽ മരണമടഞ്ഞവരുടെ മൃതശരീരത്തിൽ നിന്നു ശേഖരിച്ച DNA സമീപകാലത്ത് പരിശോധിച്ചതിൽ നിന്നും ബ്യൂബോണിക് പ്ലേഗ് ഉണ്ടാക്കുന്ന യെർസീനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് ഇതിന് കാരണം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. 20ാം നൂറ്റാണ്ടിൽ കണ്ടെത്തപ്പെട്ടിട്ടുള്ള പ്ലേഗ് രോഗകാരികളിൽ നിന്നും വളരെ വ്യത്യസ്തമായവയായിരുന്നു ബ്ലാക്ക് ഡെത്തിന് കാരണമായത്. ഏഷ്യയിൽ, ചൈനയിലോ മധ്യേഷ്യയിലോ ആരംഭിച്ച അസുഖം 1348ൽ യൂറോപ്പിലെത്തി. സിൽക്ക് റോഡ് വഴിയാവണം 1346 ഈ അസുഖം ക്രിമിയയിൽ എത്തിയത്. ക്രിമിയയിൽ നിന്ന് രക്ഷപ്പെട്ട ഇറ്റാലിയൻ കച്ചവടക്കാരിലൂടെയാവണം ഇത് യൂറോപ്പിലെത്തിയത്. വ്യാപാരക്കപ്പലുകളിലെ സഞ്ചാരികളായ കറുത്ത എലികളിൽ വസിക്കുന്ന പൗരസ്ത്യ എലിച്ചെള്ളുകൾ വഴിയാവണം ക്രിമിയയിൽ നിന്ന് മെഡിറ്ററേനിയൻ പ്രദേശത്തേക്ക് അസുഖം പടർന്നത്. യൂറോപ്പിലെ ജനസംഖ്യയുടെ 30 മുതൽ 60% വരെ ഈ അസുഖം മൂലം മരണപ്പെട്ടു എന്ന് കണക്കാക്കപ്പെടുന്നു. 6 വർഷം കൊണ്ട് 2 മുതൽ 3 കോടി വരെ യൂറോപ്യന്മാർ ഈ അസുഖം മൂലം മരണമടഞ്ഞു. മൊത്തത്തിൽ ആ സമയത്തെ ലോക ജനസംഖ്യയായിരുന്ന 45 കോടി ഈ അസുഖം മൂലം 35 കോടിക്കും 37 കോടിക്കും ഇടയിലെത്തി. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് പട്ടണപ്രദേശങ്ങളിലാണ്. ഇവിടങ്ങളിൽ ജനസംഖ്യയുടെ പകുതി മരണമടഞ്ഞുവെന്നാണ് കണക്ക്. ബ്ലാക്ക് ഡെത്തിന്റെ മതപരവും സാമൂഹികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ അതിഭീമമായിരുന്നു. ഇത് യൂറോപ്പിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. ജനസംഖ്യ പഴയ നിലയിലെത്താൻ 150 വർഷങ്ങളെടുത്തു. 18ാം നൂറ്റാണ്ടുവരെ ഈ പ്ലേഗിന്റെ ആവർത്തനങ്ങൾ ചാക്രികമായി യൂറോപ്പിൽ വന്നുകൊണ്ടിരുന്നു. ഈ സമയത്ത് 100ൽ കൂടുതൽ പ്ലേഗ് പകർച്ചവ്യാധികൾ യൂറോപ്പിനെ ബാധിച്ചു. 1361 മുതൽ 1480 വരെയുള്ള കാലത്ത് 2 മുതൽ 5 വർഷം വരെ ഇടവേളകളിൽ ഇംഗ്ലണ്ടിൽ പ്ലേഗ് ബാധയുണ്ടാകുമായിരുന്നു. 1370കളോടെ ഇംഗ്ലണ്ടിന്റെ ജനസംഖ്യ ഈ അസുഖം കാരണം 50% കണ്ടു കുറയുകയുണ്ടായി. ലണ്ടനിൽ 1665-66 കാലത്തുണ്ടായ പ്ലേഗ് ബാധ 100,000 ആൾക്കാരുടെ മരണത്തിനിടയാക്കി. ഇത് ലണ്ടനിലെ ജനസംഖ്യയുടെ 20% ആയിരുന്നു. എങ്കിലും ഈ ദുരന്തം ലോകത്തെ മാറ്റി. ജനങ്ങൾ കുറയുമ്പോൾ തൊഴിലാളികൾക്ക് വില കൂടിയതും വൈദ്യശാസ്ത്രം മുന്നോട്ടു പോയതും മനുഷ്യർ ജീവിതത്തിന്റെ മൂല്യം തിരിച്ചറിഞ്ഞതും ആ കാലത്ത് തന്നെ. ദ ബ്ലാക്ക് ഡെത്ത് മനുഷ്യരെ കൊന്നു. പക്ഷേ അതിലൂടെ മനുഷ്യർ പഠിച്ചു എങ്ങനെ വേണം ജീവിക്കണമെന്ന്. ഇതാണ് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ഭയാനകവും ഏറ്റവും മാറ്റം കൊണ്ടുവന്ന മഹാമാരി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി സ്റ്റോറീസ് മിസ് ആവാതെ ഇരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ഉടൻ ചാനലിൽ വരുന്നതാണ്.